നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി കേന്ദ്രം ശക്തികാന്ത ദാസിനെ നിയമിച്ചെന്ന വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആരാണ് ഇദ്ദേഹം എന്ന ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെയാണ് ഇപ്പോൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരുന്നത് വരെ അല്ലെങ്കിൽ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ശക്തികാന്ത ദാസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരുമെന്നത് വ്യക്തമാണ്. RBI ഗവർണറായി സേവനമനുഷ്ഠിച്ച ശേഷം അദ്ദേഹം ഡിസംബറിലാണ് വിരമിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള അദ്ദേഹം 2017 സാമ്പത്തിക കാര്യ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉൾപ്പെടെ പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒന്നിലധികം പരോക്ഷ നികുതികൾ മാറ്റിസ്ഥാപിക്കുന്ന ചരക്ക് സേവന നികുതി നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. കൂടാതെ നോട്ട് നിരോധന നയത്തോടുള്ള സർക്കാരിന്റെ പ്രതികരണത്തിൽ പങ്കാളിയായി. RBI ഗവർണർ എന്ന നിലയിൽ ശക്തികാന്ത ദാസ് സാമ്പത്തിക സ്ഥിരതയിലും സാമ്പത്തിക വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബാങ്കിംഗ്, ഇതര ധനകാര്യ മേഖലയിലെ പണലഭ്യത സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അദ്ദേഹം അവതരിപ്പിക്കുകയും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കുമുള്ള നിയന്ത്രണ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിൽ പ്രവർത്തിക്കുകയും ചെയ്തു. 1957 ഒഡീഷയിൽ ജനിച്ച ശക്തികാന്ത ദാസ് ദില്ലി സർവകലാശാലയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രം പഠിക്കുകയും പിന്നീട് യുണൈറ്റഡ് കിങ്ഡത്തിലെ ബാർമിംഗ്ഹാം സർവകലാശാലയിൽ നിന്ന് പൊതുഭരണത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു. 1980 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേർന്ന അദ്ദേഹം തമിഴ്നാട് കേഡറിലേക്ക് നിയമിതനായി. അവിടെ വാണിജ്യ നികുതി കമ്മീഷണർ, വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചു. പിന്നീട് കേന്ദ്ര സർക്കാരിൽ ജോയിന്റ് സെക്രട്ടറിയായി ധനകാര്യ മന്ത്രാലയത്തിൽ ചേർന്നു. 1980 ബാച്ച് തമിഴ്നാട് കേഡറിലെ IAS ഉദ്യോഗസ്ഥനായ ശക്തികാന്ത ദാസ് 2018 ഡിസംബറിലാണ് RBI ഗവർണറായി ചുമതലയേൽക്കുന്നത്. 6 വർഷത്തോളം നീണ്ട സേവനത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം വിരമിച്ചു. കേന്ദ്ര ബാങ്ക് മേധാവി എന്ന നിലയിൽ 6 വർഷത്തിനിടയിൽ COVID-19 പാൻഡമിക് പോലുള്ള ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, റഷ്യ-യുക്രൈൻ യുദ്ധം എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികളെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് RBI നേരിട്ടത്. പണപ്പെരുപ്പ വളർച്ച സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നതാണ് RBIയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്നാണ് അവസാന പത്രസമ്മേളനത്തിൽ ശക്തികാന്ത ദാസ് വ്യക്തമാക്കിയത്. അതേസമയം നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യത്തിന്റെ കാലാവധി സർക്കാർ 2025 ഫെബ്രുവരി 24 മുതൽ 1 വർഷത്തേക്ക് കൂട്ടി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. 1987 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ BVR സുബ്രഹ്മണ്യത്തെ 2023 ഫെബ്രുവരിയിലാണ് നീതി ആയോഗ് CEO ആയി നിയമിക്കുന്നത്. 2 വർഷത്തേക്കായിരുന്നു നിയമനം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.